ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. പടം ഫോർ മീ ഇറ്റ്സ് ആൻ ആവറേജ് ഡീസൻറ്റ് വാച്ചാണ് എനിക്ക്. ഇപ്പോൾ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ പടമായതുകൊണ്ട് തന്നെ ഐ ഹാവ് ഹൈ എക്സ്പെക്റ്റേഷൻ ഓൺ ദിസ് മൂവി. അത് ഓൾമോസ്റ്റ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. രാഹുൽ ജി ആൻഡ് ഇന്ദ്രനീൽ GK ഇവരാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ് ആൻഡ് റൈറ്റേഴ്സ്. അപ്പോൾ കഥ പ്ലാച്ചിക്കാവ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ, ഓക്കെ, നമ്മളിത് ഈ ഒരു പാറ്റേൺ കണ്ടിട്ടുള്ളതാണ്. സെയിം പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുതന്നെയായിരുന്നു അതിൻ്റെ എക്സ്പെക്റ്റേഷനും. സോ പ്ലാച്ചിക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ അവിടുത്തെ ആക്ടിവിറ്റീസ്, അവിടെ നടക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. ആ നാട്ടിലൊരു വ്യക്തിയാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. നമ്മുടെ ധ്യാൻ ശ്രീനിവാസിൻ്റെ കയ്യിൽ വളരെ സേഫാണ്. സംഗതി അയാൾ പല സിനിമയിലും ബോംബും മറ്റേ മാലപ്പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടെങ്കിലും ഈ പടത്തിൽ ഒരു കിണ്ണൻ കളി തന്നെയാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ കളിച്ചിട്ടുള്ളത്. ആ ക്യാരക്ടർ, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ ക്യാരക്ടർ വളരെ അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പണി അറിയാവുന്ന ആളുകളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പണിക്കാരനാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ളത് ഈ ഒരു പടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഈ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിനകത്ത് ഈ ഒരു പ്ലാച്ചിക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള നാടും കറക്റ്റ് നമ്മൾ ആ പ്ലോട്ടിലേക്ക് കൊണ്ടുപോയിടുകയാണ്. ഈ സിനിമയ്ക്ക് ഒരു പ്ലോട്ടുണ്ട്. ആ പ്ലോട്ട് ഈ ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ അന്വേഷണം വേണമല്ലോ. അപ്പോൾ ആ അന്വേഷണത്തിലേക്ക് ഒരു ആക്ടിവിറ്റി വേണമല്ലോ. ആ ആക്ടിവിറ്റിയൊക്കെ നടക്കുന്നത് ഫസ്റ്റ് ഹാഫിലാണ്. കൃത്യമായിട്ട് നമ്മളെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി ആകുമ്പോഴത്തേക്ക് ആ പ്ലോട്ടിലേക്ക് കൊണ്ടുപോയിട്ടിടാൻ പറ്റിയിട്ടുണ്ട് ഈ ഇതിൻ്റെ റൈറ്റേഴ്സിനും ഡയറക്ടർക്കൊക്കെ. അവർ രണ്ടുപേരും ഒന്നാണല്ലോ, അപ്പോൾ പിന്നെ അവർക്ക് പറ്റിയിട്ടുണ്ട്. ആൻഡ് റോണി ഡേവിഡ് ഇത് സച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടറാണ്. റോണി ഡേവിഡിൻ്റെ ക്യാരക്ടറും കോട്ടയം നസീറിൻ്റെ ക്യാരക്ടറുമാണ് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസിനേക്കാൾ കൂടുതൽ കുറച്ചൊരു ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നൊരു ഫസ്റ്റ് ഹാഫ് ആയതുകൊണ്ട് തന്നെ ബാക്കി ക്യാരക്ടേഴ്സിന് കുറച്ചും കൂടി ഒരു ഇൻവോൾവ് ചെയ്ത് അവർക്ക് കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് കൊടുത്ത് അവരിലൂടെ ഈ ക്യാരക്ടറിനെയും എൻറ്റയർ പ്ലോട്ടിനെയും കൂടി നറേറ്റ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡാണ് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലും ഈ ക്യാമറയ്ക്ക് എനിക്കറിയില്ല, നമ്മൾ കണ്ട അല്ലേ, ഇനി ഞാനത് ചോദിക്കുകയും ചെയ്തു. തിയേറ്ററിൻ്റെ വിഷയമല്ല, കാരണം തിയേറ്റർ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന വിസ്മയാണ്. എവിടെയോ എന്തോ ഒരു പൂപ്പൽ പിടിച്ചു എഫക്റ്റ്, ഒരു ബൊക്ക എഫക്റ്റ് ഒക്കെ കൂടുതലുള്ള പോലെ, കുറേ സോഫ്റ്റൻ ചെയ്ത പോലത്തെ ഒരു സാധനം. ആ ഒരു കളർ ഗ്രേഡും ആ ഒരു പാറ്റേണൊക്കെ ഈവൻ മിന്നൽ മുരളിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു ഫാൻറ്റസി കൈൻഡ് ഓഫ് ഒരു ഇല്ലാത്ത സ്ഥലത്ത് ഇല്ലാത്ത ആൾക്കാർ കുറേ ആക്ടിവിറ്റീസ് ഇത് പറയുമ്പോൾ ഭയങ്കര രസമാണ്. ആ ഒരു കളർ ടോണും ആ ഒരു സാധനമൊക്കെ ഗ്രേഡിങ് ഒക്കെ രസമാണ്. പക്ഷെ ഇതിനകത്ത് എന്തോ ആ ക്യാം ഒരുമാതിരി തുടയ്ക്കാതെ വെച്ചോളൊരു ഫീല് എനിക്കിങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ ആ ഒരു പ്രശ്നം എനിക്ക് അങ്ങനെയായിട്ട് ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹാഫിൽ ഇത് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ആ നാട്ടിൽ നടക്കുന്ന ഇൻസിഡൻസും ബാക്കിയുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് ബിൽഡ് ആവുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അതിനകത്ത് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ബിഹേവിയർ, അയാളുടെ മാനറിസം, അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. സിജു വിൽസൻ്റെ ക്യാരക്ടർ, ശംഭു എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് ഓഫീസറായിട്ടാണ് സിജു വിൽസൺ ഇതിൽ ചെയ്തിട്ടുള്ളത്. സിജു വിൽസൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു എൻട്രിയോട് കൂടിയിട്ട് പടം വേറൊരു തരം കോംബോയിലേക്ക് പോയി. സിജു വിൽസൺ, ധ്യാൻ ശ്രീനിവാസൻ ഒരു കോൺഫ്ലിക്റ്റ് മൂഡിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി പടം. സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പടം ഇങ്ങനെ ബിൽഡ് ചെയ്ത് തുടങ്ങി. അതിൽ തന്നെ ഞാൻ ഈ എൻറ്റയർ ടീമിന്, രാഹുൽ ജിക്കും ഇന്ദ്രനീലിനും കൊടുക്കുന്ന ഒരു ഭയങ്കര അപ്ലോസ് എന്താ വെച്ചെങ്കിൽ ഇവർക്ക് ഈ രണ്ട് ക്യാരക്ടറിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ പടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സെൻട്രൽ ക്യാരക്ടർ മാത്രമല്ല, ഇതിൽ സിജു വിൽസൺ ചെയ്ത ശംഭു എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറിനും ഒരു ഈക്വൽ സാധനം, ഒരു ഇക്വിലിബ്രിയം പിടിച്ചിട്ട് ആ രണ്ട് ക്യാരക്ടറിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത സാധനം കൊണ്ടുപോകാൻ പറ്റിയത് അത് നല്ലൊരു നറേഷനായിട്ട് തോന്നി എനിക്ക്. അത് ഭയങ്കരമായിട്ട് എനിക്കത് തോന്നിയിട്ട് ആ സാധനം. കാരണം സിജു വിൽസൺ വരുന്ന പോർഷൻസിലും സിജു വിൽസൻ്റെ ക്യാരക്ടറിനെ കാണിക്കുന്ന സ്ഥലത്തും ആ ക്യാരക്ടറിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ കഥയിൽ ആ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നല്ല ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്കത് പേഴ്സണലി ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ സിജു വിൽസനും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാരക്ടർ. സിജു വിൽസൻ്റെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ മിസ്റ്റീരിയസ് സാധനമൊക്കെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലൊക്കെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. അങ്ങനെ സെക്കൻഡ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് പോയി. സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതിയോട് കൂടിയിട്ട്
അവിടെയൊക്കെയാണ് എന്താ പറയുക കഥ ഭയങ്കരമായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നത്. കഥ എന്നല്ല, ഒരു മൊത്തത്തിൽ ആ സംഭവം നമുക്കിങ്ങോട്ട് കൊള്ളാം, പോട്ടെ അടുത്ത് വരട്ടെ എന്നുള്ള സ്കീമിലേക്ക് നമ്മളെ പിടിച്ചിരുത്തുന്നത് അവിടെ മുതലാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പടം ഭയങ്കരമായിട്ട്, അതായത് ഫസ്റ്റ് ഹാഫ് നമുക്കൊരു മൈൽഡായിട്ട് ഇങ്ങനെ പോയി, സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി, സെക്കൻഡ് ഹാഫ് ഒരു പകുതി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ പടം പിക്ക് ചെയ്ത് നമ്മൾ ആ യൂണിവേഴ്സിലാണ് കയറും. നിങ്ങളാരും ഇപ്പം മിന്നൽ മുരളിയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരം സിറ്റുവേഷണൽ കോമഡി സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനകത്ത് എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ഉള്ളതായിട്ടും തോന്നിയില്ല. ഉള്ളതും പലതും വർക്കാവാതെ എനിക്കൊരു പേഴ്സണൽ ഫീലിംഗ് ഉണ്ട്. അതിൽ തന്നെ കോട്ടയം നസീറും പിന്നെ നമ്മളെ റോണി ഡേവിഡിൻ്റെ ക്യാരക്ടർ, സച്ചിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും, അവരുടെ കുറച്ച് സിറ്റുവേഷണൽ കോമഡിയും ഡയലോഗും മാത്രമാണ് എനിക്കതിൽ കുറച്ച് എഫക്റ്റീവായിട്ട് കുറച്ച് പേര് ചിരിച്ചത്. ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക സാധനം തോന്നിയത് അതാണ്. ഇതങ്ങനെ ചിരിമൂഡിൽ ഇങ്ങനെ പോകുന്നൊരു സാധനമല്ല, മനസ്സിലായി. ഇത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ഫേസിലേക്ക് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി മുതൽ തുടങ്ങുന്നുണ്ട്. പിന്നെ ടുവേർഡ്സ് ദ എൻഡ് ക്ലൈമാക്സ് ഒക്കെ ഒരു എന്താ പറയുക പ്രോപ്പർ ത്രില്ലർ കൈൻഡ് ഓഫ് സാധനത്തിലേക്ക് തന്നെ കൊണ്ടുപോയി എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു സൈക്കോപാത്ത് സാധനമൊക്കെ വെച്ചിട്ട് അതിൽ നല്ല രീതിയിൽ അതിൻ്റെ ഒരു എൻഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റി. ക്ലൈമാക്സ് കുറച്ച് പെട്ടെന്ന് ഓടിച്ച് തീർത്ത പോലത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി, നടക്കുന്നുണ്ടായിരുന്നുള്ളത്. ഒരു പെട്ടെന്നൊരു ഹറിബറിയിൽ തീർത്ത പോലത്തെ ഒരു സംഗതി എനിക്കിങ്ങനെ തോന്നി. സെക്കൻഡ് ഹാഫ് പോകുന്നൊരു പേസും ഫസ്റ്റ് ഹാഫ് വന്നൊരു പേസും വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് കുറച്ച് പെട്ടെന്ന് പറഞ്ഞു തീർത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. ബട്ട് സ്റ്റിൽ നല്ല രസമായിരുന്നു കേട്ടോ. നമുക്കൊരു ക്യൂരിയോസിറ്റി, നമുക്ക് അടുത്തത് എന്ത്, ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു സാധനം നമുക്ക് ഭയങ്കരമായിട്ട് അത് തിയേറ്ററിൽ തന്നിട്ടുണ്ട് അവർ ആ സംഗതി. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ക്രെഡിറ്റ്സൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സിനിമയുടെ കുറേ കാർട്ടൂൺ സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു നറേഷനും അതിൻ്റെ ബാക്കിൽ നമ്മളെ CID ദാസൻ വിജയൻ എലമെൻസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട്, കുറേ അങ്ങനത്തെ സിനിമകളുണ്ടല്ലോ മലയാളത്തിൽ, ഡിറ്റക്റ്റീവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ സിനിമേൻ്റെ ഡയലോഗുകളും ക്യാരക്ടേഴ്സ് പറയുന്ന ഡയലോഗുകളൊക്കെ ആയിട്ട് പോകുന്നത് അത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റ്ലി അവർക്ക് അടുത്തൊരു പാട്ടെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് എലമെൻസൊക്കെ അവർ ഇപ്പോഴും അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആകെ ടോട്ടൽ നോക്കുന്ന സമയത്ത് ദിസ് ഈസ് എ വെരി ഡീസൻറ്റ് വാച്ച്. എഗെയിൻ ധ്യാൻ ശ്രീനിവാസൻ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ്, അയാളുടെ പല സിനിമയുടെ സെലക്ഷൻസും പല ബോംബും മാലപ്പടക്കവും പൊട്ടിക്കുന്നതൊക്കെ അയാളായിട്ട് ചെയ്യുന്നതാണ്. അയാൾക്ക് കുറച്ചും കൂടി ഇതേപോലെ ബെറ്റർ ചോയ്സുകൾ അയാൾ സെലക്ട് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് സെലക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഇൻ്റർവ്യൂ മെറ്റീരിയൽ അല്ല, അതുക്കും മുകളിൽ സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ പൊട്ടൻഷ്യലുള്ള ഒരു നടനാണ്. ഓൾറെഡി അയാൾ കുറേ മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ട്രാക്ക് വിട്ട് പോയി, പിന്നെ പുള്ളി ഇൻ്റർവ്യൂ സ്റ്റാറായിട്ട് മാറിയിരുന്നു. ബട്ട് ഇതല്ല, ഇത് കുറച്ചും കൂടി എന്താ പറയുക, ആ ക്യാരക്ടറിന് കൃത്യമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു മീറ്റർ പിടിച്ച് ഡെലിവർ ചെയ്തിട്ട് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ പോയിട്ടുള്ളത്. ഓക്കെ, ഞാൻ സീമാജി നായർ ഇതിനകത്ത് പറയണം. അവരും ഒരു നന്നായിട്ട് അവർക്ക് കിട്ടിയ പോർഷൻസ് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ആകെ മൊത്തം ഞാൻ ഭയങ്കര എന്താ പറയുക, ഒരു ആവറേജ് ഒരു ഡീസൻറ്റ് ഫീലിൽ, അത്യാവശ്യം എനിക്ക് ഇങ്ങനത്തെ കാറ്റഗറി സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മിന്നൽ മുരളി ഈസ് മൈ ഫേവറേറ്റ്. മിന്നൽ മുരളി വെച്ചൊരു ബെഞ്ച് മാർക്ക് ഒരിക്കലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ എത്തിയിട്ടില്ല. ആ ഒരു ബെഞ്ച് മാർക്കിനെ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് എത്തിയോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു 10-20 അടി താഴെയൊക്കെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ നിൽക്കും. അതങ്ങനെയാണ്, കാരണം മിന്നൽ മുരളി സംതിങ് വേറെ ലെവൽ സാധനമായിരുന്നു. അങ്ങനെ പടം ഒരു ഡീസൻറ്റ് വാച്ചാണ്, നിങ്ങൾക്കും തിയേറ്ററിൽ കയറി കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി ധ്യാൻ ശ്രീനിവാസന് പ്രിൻസിൻ്റെ സക്സസ് സെലിബ്രേഷൻ സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുളൂരൊരു ഹിറ്റ് കിട്ടി എന്നുള്ളത്. അങ്ങനെ അല്ലാതെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ ധ്യാൻ ശ്രീനിവാസന് ഒറ്റയ്ക്കൊരു ഹിറ്റ് കിട്ടി എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയും ഒരു ആവറേജ് ഡീസൻറ്റ് വാച്ചുള്ളൊരു പടത്തിന് ആളുകൾ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് പേഴ്സണലി ഉണ്ട്. ഓക്കെ, അപ്പോൾ